ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ IT Tech Creator. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനെ ഒന്ന് പരിചയപ്പെടുത്താനൊന്നും അല്ല, ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഒരുപാട് യൂട്യൂബേഴ്സ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് അവർക്ക് വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ടെന്ന് അവർ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിൻ്റെ വീഡിയോസ് എന്താണ് വൈറലാവാത്തതെന്നൊക്കെ ചോദിക്കും. അപ്പം ജസ്റ്റ് നമ്മളൊരു ടാഗ് കൊടുത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു മാസം, ചിലപ്പോൾ ചിലപ്പോൾ 4 വർഷമൊക്കെ എടുത്ത് ഒക്കെ ആയിരിക്കും ഒരു വീഡിയോസ് വൈറലാകുക. അതൊന്നും നമ്മുടെ കയ്യിലല്ല ഗൈസ്. അപ്പം നമ്മളിതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പം എങ്ങനെയാണ് നമ്മുടെ ചാനലിന് വ്യൂസ് കിട്ടുന്നതിന് മെയിനായിട്ട് ടാഗ് നമുക്ക് കൊടുക്കണം. ടാഗിനൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നതിന് ടാഗ് പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാഗ് എങ്ങനെ നമുക്ക് കൊടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പ്ലേ സ്റ്റോറിൽ ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ടാഗുകളൊക്കെ എടുത്തിട്ട് പലർക്കും വ്യൂസ് കിട്ടുന്നില്ല എന്നൊക്കെ ഒരു പരാതിയുണ്ട്. അപ്പം ഞാൻ എങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോ ചെറിയ രീതിയിൽ വ്യൂസ് അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒരിക്കലും ഇത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇതിപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിലെ ഒരു വീഡിയോയിൽ കണ്ടു, ഇതുപോലെ ഒരുപാട് 3, 4, 5 ആപ്ലിക്കേഷനുകളിൽ നിന്ന് ടാഗൊക്കെ എടുത്ത് ഇടുന്നതൊക്കെ. അപ്പോൾ എന്തായാലും അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ടാഗ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രൗസറാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ബ്രൗസർ എന്ന് പറയുമ്പോൾ ക്രോമാണ്. ഈ ഒരു ആപ്ലിക്കേഷന് ഏറ്റവും നല്ലത് ക്രോമാണ്. അപ്പം ഞാനിവിടെ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഞാൻ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്യാം. ഇപ്പം സെർച്ച് ബാറിൽ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ എന്തോ ടോപ്പിക്കാണോ നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക. അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ സെർച്ച് ചെയ്യാണ്. ഹൗ ടു മേക്ക് എ വീഡിയോ വൈറൽ ഓൺ യൂട്യൂബ്. ഇപ്പോൾ ഞാനിപ്പോൾ ഹൗ ടു മേക്ക് എ വീഡിയോ വൈറൽ ഓൺ യൂട്യൂബ് എന്നൊരു ടോപ്പിക്ക് സെർച്ച് ചെയ്തു. അപ്പോൾ ഇതിൽ ഒരുപാട് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത് പോലെ ഈ ഒരു സംഭവമാണ് നമുക്ക് നമ്മുടെ IT സ്റ്റുഡിയോയുടെ ടാഗ് സെക്ഷനിൽ ടാഗായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വാട്ട് മേക്ക് എ വീഡിയോ വൈറൽ ഓൺ യൂട്യൂബ്, how do I make my YouTube videos searchable, how long does it take a video to go viral. ഇതൊക്കെ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ ഒരു സംഭവമാണ്. ഇതുപോലെ ഒരുപാട് ഇങ്ങനെയുള്ളത് നിങ്ങളുടെ ടാഗ് സെക്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഇതും നിങ്ങൾക്ക് ഈ ഹൗ ടു മേക്ക് യൂട്യൂബ് വീഡിയോ അത് ഈ പീപ്പിൾ ആസ്ക് എന്നുള്ള ഈ സെക്ഷനിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സെൻറ്റൻസ് നിങ്ങളുടെ IT സ്റ്റുഡിയോയിൽ ടാഗായിട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളുടെ വീഡിയോസ് വൈറലാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അത് ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ റിലേറ്റഡ് സെർച്ചിൽ വരുന്ന കാര്യങ്ങൾ. റിലേറ്റഡ് സെർച്ച് എന്ന് പറയുമ്പോൾ വാട്ട് മേക്സ് എ വീഡിയോ വൈറൽ ഓൺ യൂട്യൂബ്. ഒരുപാട് ആൾക്കാർ റിലേറ്റഡ് സെർച്ച്, ഈ ഒരു കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത ഒരു ടോപ്പിക്കാണ്. ഇതുപോലെ തന്നെ ഒരുപാട് സംഭവമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ IT സ്റ്റുഡിയോയുടെ ടാഗ് സെക്ഷനിൽ ഈ സാധനം കൊണ്ടുവന്ന് നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. ഇപ്പം ക്രോമിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ജസ്റ്റ് വെയിറ്റ് ചെയ്യേ.
പിന്നെ നിങ്ങൾക്ക് ഇത് എഴുതിയെടുത്തിട്ട് നിങ്ങളുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ ടൈപ്പ് ചെയ്തേക്കുക. അതല്ലെങ്കിൽ ഇത് കോപ്പി ചെയ്ത് നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ടാഗുകൾ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്ന ടാഗ്സ് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് കൊടുക്കുന്ന ടാഗുകൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുപോലെ തന്നെ റിലേറ്റഡ് സെർച്ചും പീപ്പിൾ ആസ്ക് എന്നൊക്കെ സെക്ഷനിൽ കിടക്കുന്ന ടാഗുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ താഴെ ടാഗായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ആ ടാഗുകൾ സംബന്ധിച്ചുള്ള കണ്ടൻറ്റ് വെച്ച് ഉള്ള ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് അത് വൈറലാവുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യൂസും കിട്ടും, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതിന് ഇറ്റ്സ് മീ ഇർഫാൻ സൈനിങ് ഔട്ട് ഫ്രം മൈറ്റി ടെക് ക്രിയേറ്റർ. ബൈ.